പ്രിയപ്പെട്ട കുട്ടികളെ, പ്രാക്ടിക്കൽ എക്സാമിന് നമുക്കറിയാം 4 ഗ്രൂപ്പുകളിലായിട്ടാണ് ചോദ്യങ്ങൾ വരിക. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഇങ്ക്സ്കേപ്പിൻ്റെ ചോദ്യങ്ങൾ കാണും. ഇങ്ക്സ്കേപ്പ് മാത്രമല്ല കേട്ടോ, വേറെയും ചില അധ്യായങ്ങളിലെ ചോദ്യങ്ങളും അവിടെ കാണും. അപ്പോൾ ഇങ്ക്സ്കേപ്പിലെ ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് രണ്ടാമത്തെ ഗ്രൂപ്പിലെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പിലെ ചോദ്യങ്ങൾ രണ്ടാമത്തെ അധ്യായമായ പബ്ലിഷിംഗ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലേക്ക് എന്ന് പറയുന്ന ആ അധ്യായത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക. ഇതിൽ നമ്മൾ 3 ഭാഗങ്ങളിലായി ചോദ്യങ്ങൾ വരും. സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, മെയിൽ മേർജുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ടേബിൾ ഓഫ് കണ്ടൻസ് ഉള്ളടക്ക പട്ടികകൾ ചേർക്കാനുള്ള ചോദ്യങ്ങൾ. ഈ 3 ടൈപ്പ് ചോദ്യങ്ങളും നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, ഇതിൽ ചോയ്സ് 1ഉം ചോയ്സ് 2ഉം ഇതേ അധ്യായത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അധ്യായം പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഗ്രൂപ്പ് 2ലെ ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 3 ടൈപ്പ് ചോദ്യങ്ങളും നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അതിലാദ്യം നമുക്ക് സ്റ്റൈൽ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ചോദ്യം ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ചോദ്യം. An article on school wiki is given in exam documents folder. നമുക്ക് എല്ലാ ചോദ്യത്തിലും തുടങ്ങുന്നത് ഇങ്ങനെയായിരിക്കും. സ്കൂൾ വിക്കിയെ പറ്റിയിട്ടുള്ള ആർട്ടിക്കിൾ എക്സാം ഡോക്യുമെൻറ്റ്സിലുണ്ട്. എന്താണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്? വിത്ത് ദ ഫയൽ നെയിം wiki.ott. അപ്പോൾ കുറച്ച് ബോൾഡായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് നമ്മളെ ശ്രദ്ധയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ചോദ്യത്തിൽ അങ്ങനെ ഉണ്ടാവും. ഓപ്പൺ ദിസ് ഫയൽ ഇൻ ലിബ്രിയോഫീസ് റൈറ്ററിലാണ് ഈ ഫയൽ തുറക്കേണ്ടത്. ആൻഡ് ക്രിയേറ്റ് എ ന്യൂ ഹെഡിങ് സ്റ്റൈൽ. ഒരു പുതിയ ഹെഡിങ് സ്റ്റൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. വിത്ത് നെയിം, അതിന് പേരും കൊടുക്കണം, സ്കൂൾ വിക്കി, ഫോർ ഓൾ സബ് ഹെഡിങ്സ് വിത്ത് ദ ഫോളോയിങ് ആട്രിബ്യൂട്ട്സ്. അത് എന്നിട്ട് ആ ഡോക്യുമെൻറ്റിലുള്ള എല്ലാ സബ് ഹെഡിങ്സിലും അത് എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. അതിൻ്റെ ആട്രിബ്യൂട്ട്സ് അതിൻ്റെ ചോട്ടിൽ കൊടുത്തിട്ടുണ്ട്. 4 ആട്രിബ്യൂട്ടാണ് നമ്മളവിടെ ചേർക്കേണ്ടത്. ഫോൺ ഫാമിലി ഉബുണ്ടു ആണ്, സ്റ്റൈല് ബോൾഡാണ്, ഫോൺ സൈസ് 110% ആണ്, ഫോൺ കളർ റെഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് എല്ലാ സബ് ഹെഡിങ്സിനും ആ സ്റ്റൈൽ അപ്ലൈ ചെയ്ത് നമ്മൾ നമ്മുടെ രജിസ്റ്റർ നമ്പർ പിന്നെ ക്വസ്റ്റ്യൻ നമ്പറും ചേർത്ത് സേവ് ചെയ്ത് വെക്കണം എക്സാം 10ൽ. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, പുതിയ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുമ്പം അത് ഏത് ഹെഡിങ്ങിൻ്റെ അടിയിലാണെന്നുള്ളത് അവർ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്, ദ ന്യൂ സ്റ്റൈൽ സ്കൂൾ വിക്കി ഈസ് ടു ബി ക്രിയേറ്റഡ് ഇൻ ദ ഹെഡിങ് 2. ഹെഡിങ് 2ൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ പുതിയ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പുതിയ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു പേരും വേണം. അത് പേരും അവർ പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ വിക്കി. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അവർ പറഞ്ഞ wiki.ott തുറക്കാം. അതെവിടെയാണുള്ളതെന്ന് അറിയാലോ, ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ. അപ്പോൾ ഹോം തുറക്കാൻ വേണ്ടിയിട്ട് 2 വിധത്തിൽ നമുക്ക് തുറക്കാം. ഡെസ്ക്ടോപ്പിലെ ഹോം എന്ന് പറയുന്ന ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കാം, അല്ലെങ്കിൽ പ്ലേസസിലെ ഹോം ക്ലിക്ക് ചെയ്തിട്ടും തുറക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മൾ ഹോം തുറക്കുന്നു. ഹോം തുറന്നിട്ട് നമ്മൾ എക്സാം ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിന് വേണ്ടി നോക്കുന്നു. എക്സാം ഡോക്യുമെൻറ്റ്സ് കാണുന്നു. എക്സാം ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ wiki എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഏകദേശം ഡോക്യുമെൻ്റ് അവസാന ഭാഗത്തായിരിക്കും ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ wiki.ott ഇത് നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഫയൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ലിബ്രിയോഫീസ് റൈറ്ററിൽ തുറന്നു. അതാണ് ആദ്യം നമ്മൾ പറഞ്ഞത്, ലിബ്രിയോഫീസ് റൈറ്ററിൽ തുറക്കണം എന്ന് പറഞ്ഞത്. ലിബ്രിയോഫീസ് റൈറ്ററിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. അടുത്ത സെൻറ്റൻസ് നമ്മൾ പറയുന്നു, ക്രിയേറ്റ് എ ന്യൂ ഹെഡിങ് സ്റ്റൈൽ വിത്ത് സ്കൂൾ വിക്കി. പുതിയൊരു ഹെഡിങ് സ്റ്റൈൽ നമ്മൾ ഉണ്ടാക്കണം. അത് ഹെഡിങ് 2ൻ്റെ അടിയിലായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഹെഡിങ് 1 ഹെഡിങ് 2 എന്ന് പറയുന്ന ഈ സ്റ്റൈൽ ബോക്സ് നമുക്ക് വിസിബിൾ ആവണം. ചില സമയത്ത് ഇത് വിസിബിൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാനം ഈ വലതുഭാഗത്ത് കാണുന്ന സൈഡ് ബാർ സെറ്റിങ്സ്, ഈ ഭാഗത്ത് കാണുന്ന സൈഡ് ബാർ സെറ്റിങ്സിലെ ഈ സ്റ്റൈൽസ് എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റൈലിൻ്റെ ബോക്സ് തുറന്നു വരും. ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം, ഇടതുഭാഗത്തുള്ള സ്റ്റൈൽ ബോക്സ്, ഇടതുഭാഗത്ത് കാണുന്ന സ്റ്റൈൽ ബോക്സിലെ മോർ സ്റ്റൈൽസ് ക്ലിക്ക് ചെയ്താലും ഈ സ്റ്റൈൽ ബോക്സ് തുറന്നു വരും. ആ സ്റ്റൈൽ ബോക്സ് തുറന്നു വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, അതിൽ ആദ്യം കാണുന്നത് പാരഗ്രാഫ് സ്റ്റൈൽസുകൾ. ഈ പാരഗ്രാഫ് സ്റ്റൈൽസ് പല സ്റ്റൈൽസുകളുണ്ടെന്ന് നമുക്കറിയാം. ഹെഡിങ് 1 ഹെഡിങ് 2 ഹെഡിങ് 3 എന്നൊക്കെ പറയുന്ന സ്റ്റൈൽസുകളുണ്ട്. നമ്മളിപ്പോൾ പുതിയ സ്റ്റൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെയുള്ള സ്റ്റൈലുകളൊന്നും അപ്ലൈ ചെയ്യാനല്ല നമുക്ക് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. പുതിയ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെഡിങ് 2 ഹെഡിങ് 2ലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്.
അല്ലെങ്കിൽ ഹെഡിങ് 2ൻ്റെ അണ്ടറിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹെഡിങ് 2 സെലക്ട് ചെയ്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ സെലക്ഷൻ ആവും. സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻസ് അവിടെ വരുന്നുണ്ട്. അതിൽ ന്യൂ ആണ് എടുക്കേണ്ടത്, പുതിയ സ്റ്റൈലാണ് എടുക്കേണ്ടത്. ന്യൂ എടുക്കും. ന്യൂ എടുത്തു കഴിഞ്ഞാൽ വരുന്ന വിൻഡോയിൽ നമ്മൾ കുറേ ടാബുകൾ കാണാം മുകളിൽ. ഹൈലൈറ്റിംഗ് ടാബ്സ്, ഡ്രോപ്പ് ക്യാപ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ ടാബുകളുണ്ട്. അതിലാദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾക്ക് ഇതിൽ എല്ലാ ടാബുകളും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്താം, പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ എക്സാം കൺസെപ്റ്റിൽ അതെല്ലാം ഒന്നും വേണ്ട. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് 3 ടാബുകളെ ആവശ്യമുള്ളൂ. ഒന്ന് ഓർഗനൈസർ, ഫോണ്ട് എഫക്ട്സ്. അതിൽ ഓർഗനൈസർ ടാബിലാണ് നമ്മൾ പേര് കൊടുക്കേണ്ടത്. അപ്പോൾ ഓർഗനൈസർ ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ആദ്യം തന്നെ കാണാം നെയിം. നെയിമിൽ നമ്മൾ അവർ പറഞ്ഞ പേര് തന്നെ കൊടുക്കണം. സ്റ്റൈലിൽ അവരെന്താണ് പറഞ്ഞിരിക്കുന്ന പേര് പറഞ്ഞിട്ടുണ്ട് സ്കൂൾ വിക്കി എന്ന പേരിലാണ് നമ്മൾ സ്റ്റൈൽ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ നെയിം എന്നിടത്തുള്ള അൺടൈറ്റിൽഡ് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് സ്കൂൾ വിക്കി എന്ന് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ഒരു ആക്ടിവിറ്റി അല്ല, ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആട്രിബ്യൂട്ട്സുകൾ കൊടുക്കുകയാണ് വേണ്ടത്. ആട്രിബ്യൂട്ട്സുകൾ കൊടുക്കാൻ ചോദ്യം ഒന്നും കൂടെ നോക്കുക. എന്തൊക്കെയാണ്? ഫോണ്ടിൻ്റെ ഫാമിലി ഉബുണ്ടു കൊടുക്കണം എന്ന് പറയും. ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം. അപ്പോൾ ഫോണ്ടിൻ്റെ ഫാമിലി നമ്മൾ എവിടെ നിന്ന് കൊടുക്കും? ഫോണ്ടിൻ്റെ ഫാമിലി കൊടുക്കാൻ ഫോണ്ടിലാണ് പോകേണ്ടത്, ഫോണ്ട് ടാബിൽ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ടാബുകളാണ് നമുക്ക് ആവശ്യം വരിക. ഓർഗനൈസർ ടാബ്, ഫോണ്ട് ടാബ്, ഫോണ്ട് എഫക്ട്സ് ടാബ്. ഫോണ്ട് ടാബിൽ നമ്മൾ നോക്കുമ്പം നമുക്ക് 2 സ്ഥലത്ത് ഫാമിലി കാണാം. ഇവിടെ ഒരു ഫാമിലി ഉണ്ട്, ഇവിടെ ഒരു ഫാമിലി ഉണ്ട്. എവിടെയാണ് കൊടുക്കേണ്ടത്? ഇത് തിയറി പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾക്ക് ചോദ്യം വരും. ഇംഗ്ലീഷ് ഡോക്യുമെൻ്റ് ആണെങ്കിൽ വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ടിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. നോൺ ഇംഗ്ലീഷ്, മലയാളമോ തമിഴോ അതുപോലുള്ള ഏതെങ്കിലും വേറെ എന്തെങ്കിലും നോൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിൽ നമ്മൾ CTL ഫോണ്ടിലാണ് മാറ്റം വരുത്തേണ്ടത്. തിയറിയിൽ നമ്മളത് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇംഗ്ലീഷ് ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് നമ്മൾ മുകളിലുള്ള വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ടിലെ ഫാമിലിയിൽ പോയിട്ട് നമ്മൾ ഉബുണ്ടു ആണ് കൊടുക്കേണ്ടത്. ഉബുണ്ടു എന്ന് പറയുമ്പോൾ നമുക്കറിയാം UB ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ഇതിൻ്റെ അടിയിലേക്കായിരിക്കും ഉബുണ്ടു ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഉബുണ്ടു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഉബുണ്ടു വന്നു. പിന്നെ നമ്മൾ എന്താണ് ആട്രിബ്യൂട്ട്? സ്റ്റൈല് ബോൾഡാണ്. അപ്പോൾ ഓക്കെ, ഇവിടുന്ന് ഈ ടാബിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റൈൽ ഓൾറെഡി ബോൾഡാണ്. ആ ബോൾഡ് തന്നെ നിന്നോട്ടെ, മാറ്റം വരുത്തണമെന്നില്ല. ബോൾഡാണെങ്കിൽ മാറ്റം വരുത്തേണ്ടതില്ല. ഇനി അതല്ല, ഒന്നും കൂടെ ക്ലിക്ക് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ ഫോണ്ട് സൈസ് ആണ് അടുത്തത്. ഫോണ്ട് സൈസ് അവർ പറയുന്നു 110% ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കും, ഫോണ്ട് സൈസ് 115% ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? അവർ പറഞ്ഞ പോലെ 110 ആക്കണം. അപ്പോൾ ആ കോംബോ ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 110 എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. 110. അപ്പോൾ ഈ 3 ആട്രിബ്യൂട്ട് നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റി. ഇനി 4ാമത്തെ ആട്രിബ്യൂട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫോണ്ട് കളർ റെഡ് ആക്കണം. അത് ഇവിടെ കിട്ടില്ല. അത് നമ്മൾ ഫോണ്ട് എഫക്ട്സ് ടാബിലാണ് അതുണ്ടാവുക. ഫോണ്ടിൻ്റെ കളറുകൾ, ഡോക്യുമെൻറ്റിൻ്റെ ഫോണ്ടുകളിൻ്റെ കളറൊക്കെ സെറ്റ് ചെയ്യുന്നത്, സ്റ്റൈലിൻ്റെ കളർ സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഫോണ്ട് എഫക്ട്സ് എന്ന് പറയുന്ന ടാബിലാണ്. ഫോണ്ട് എഫക്ട്സ് ടാബിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലൊക്കെ ആദ്യം തന്നെ കാണാം നമുക്ക് ഫോണ്ട് കളർ. അതിനകത്തുനിന്ന് നിങ്ങൾ റെഡ് ഇടുക. നമ്മളൊരു കളറിൻ്റെ മുകളിൽ പോയിന്റർ കൊണ്ടുവരുമ്പോൾ ആ കളറിൻ്റെ പേര് പറയും, അതിൽ റെഡ് കാണുമ്പോൾ റെഡ് ഇടുക. അപ്പോൾ നമ്മൾ 4 ആട്രിബ്യൂട്ട്സും നമ്മൾ സെറ്റ് ചെയ്തു. ഫോണ്ട് ഫാമിലി സെറ്റ് ചെയ്തു, സ്റ്റൈൽ സെറ്റ് ചെയ്തു, ഫോണ്ട് സൈസ് സെറ്റ് ചെയ്തു, ഫോണ്ട് കളർ റെഡ് സെറ്റ് ചെയ്തു. ഇതിൽ ആദ്യത്തെ 3 ഫോണ്ട് എന്ന് പറയുന്ന ടാബിലും ഫോണ്ട് കളർ, ഫോണ്ട് എഫക്ട്സ് ടാബിലുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പേര് സ്കൂൾ വിക്കി എന്ന് കൊടുക്കണം. അത് ഓർഗനൈസർ ടാബിലാണ്. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ആദ്യത്തെ ചോദ്യം ആയതുകൊണ്ടാണ്. അടുത്ത ചോദ്യം തൊട്ട് നമ്മൾ കുറച്ചും കൂടി ബ്രീഫായിട്ടായിരിക്കും പറയുക. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ഓക്കെ പറയുന്നു. അതോടുകൂടി നമുക്കൊരു സ്റ്റൈൽ പുതുതായിട്ട് ക്രിയേറ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ആ സ്റ്റൈൽ നമ്മൾ കാണില്ല. കാരണം നമ്മൾ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തത് ഹെഡിങ് 2ൻ്റെ അടിയിലാണ്. അപ്പോൾ നമ്മൾ ഹെഡിങ് 2ൻ്റെ അവിടെ ഒരു ട്രയാങ്കിൾ വന്നിട്ടുണ്ടാവും പുതുതായിട്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്കൂൾ വീക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത ചോദ്യം ലാസ്റ്റിൽ പറയും, ഈ സെൻറ്റൻസ് വായിച്ചു നോക്കി. അപ്ലൈ ദിസ് ന്യൂ സ്റ്റൈൽ ഫോർ ഓൾ സബ് ഹെഡിങ്സ്. ഓൾ സബ് ഹെഡിങ്സ് ആർ ഗ്രീൻ ഇൻ കളർ. അപ്പോൾ ഈ ഡോക്യുമെൻറ്റിലെ എല്ലാ സബ് ഹെഡിങ്സിനും നമ്മൾ ഈ സ്റ്റൈൽ അപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഏതാണ് സബ് ഹെഡിങ്സ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഗ്രീൻ കളറിലുള്ളതാണ് സബ് ഹെഡിങ്സ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വിക്കിമീഡിയ ഫൗണ്ടേഷൻ ഉണ്ട്, ഇതിൻ്റെ അടിയിൽ വേറെ ഉണ്ട്, അങ്ങനെ കുറേ ഗ്രീൻ കളറിലുള്ള സബ് ഹെഡിങ്സ് ഉണ്ട്. ഇതിനെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യണം. എങ്ങനെയാണ് ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്യുക? നമുക്കറിയാം. അപ്ലൈ ചെയ്യേണ്ട സ്റ്റൈലിൽ ഒന്നുകിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്താലും മതി. ക്ലിക്ക് ചെയ്തിട്ട്
നമ്മൾ ഹെഡിങ് 2-ലാണല്ലോ നമ്മൾ സ്കൂൾ വിക്കി ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് അപ്ലൈ ചെയ്യും. സെലക്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ആ ലൈനിൽ നിന്നാൽ മതി. കാരണം ഇതൊരു പാരഗ്രാഫ് സ്റ്റൈൽ ആയതുകൊണ്ട് നമ്മൾ ആ ലൈനിൽ നിന്ന് കഴിഞ്ഞാൽ അത് പാരഗ്രാഫ് ആണെന്ന് നമുക്കറിയാം. എന്നിട്ട് നമ്മൾ സ്കൂൾ വിക്കി അപ്ലൈ ചെയ്യും. ഓരോന്നായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ആ ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി സെലക്ഷൻ ആണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ സെലക്ട് ചെയ്യുക, സ്കൂൾ വിക്കി അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മളെല്ലാ ഗ്രീൻ കളർ ടൈറ്റിൽസിനും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇത്രയും വർക്കാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. ഇനി നമ്മൾ ലാസ്റ്റ് വർക്കിലേക്ക് പോവാം. അപ്പോൾ എല്ലാം നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി എന്താ പറയുന്നത്, ലാസ്റ്റ് സെൻറ്റൻസ് എന്താ പറയുന്നത്, സേവ് ദിസ് മോഡിഫൈഡ് ഫയൽ. നമ്മൾ മോഡിഫൈ ചെയ്തു, ഡോക്യുമെൻറ്റ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അത് എക്സാം 10 ഫോൾഡറിൽ നമ്മൾ സേവ് ചെയ്യണം. ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ ആസ് ഫോളോസ്. അപ്പോൾ നമ്മൾ ഇത് സേവ് ചെയ്യണം. ഫയലിൽ പോയിട്ട് സേവ് പറയുക. സേവ് പറഞ്ഞിട്ട് ആദ്യം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ 1111 ആണെന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ നമ്മളെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഗ്രൂപ്പ് 1-ൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഗ്രൂപ്പ് 2-ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് ഹോമിലെ എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിൽ നമ്മൾ സേവ് ചെയ്യണം. എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിൽ, എക്സാം ഡോക്യുമെൻറ്റ്സിലല്ല, എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്. എക്സാം 10. അപ്പം നമ്മുടെ ഹോമിലെ എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിൽ നമ്മൾ സേവ് ചെയ്യും. ഇതോടുകൂടി ആ ചോദ്യം നമ്മൾ കഴിഞ്ഞു. 7 മാർക്കിൻ്റെ ആ ചോദ്യം നമ്മൾ നന്നായിട്ട് ചെയ്തു. അപ്പോൾ അത് ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ മനസ്സിലേക്ക് ഓർമ്മിക്കുക. പുതിയ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്തത്, ആ സ്റ്റൈലിൽ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്, അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് അത് സേവ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.